ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. എത്രയോ ധർമ്മശാസ്ത്രങ്ങൾ നമ്മുടെ ഗ്രന്ഥശാലയിൽ ഉണ്ട്. അനേക ശാസ്ത്രങ്ങൾ മഹത്തുക്കൾ തങ്ങളുടെ അനുഭവങ്ങളെ രേഖപ്പെടുത്തി വച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവയെല്ലാം വായിക്കാൻ നമ്മുടെ ഒരു ആയുഷ്കാലം മുഴുവൻ പോരാത്തതാണ്. അതിനാൽ അതിൻ്റെ എല്ലാം സാരം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നാം ശുദ്ധീകരിക്കുക തന്നെ വേണം. ഏത് ശാസ്ത്രത്തിൻ്റെയും ശരിയായ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ മനഃശുദ്ധി അനിവാര്യമാണ്. വാസനാമയമായ മനസ്സിലൂടെ ശാസ്ത്രങ്ങൾ വായിക്കുകയാണെങ്കിൽ തനിക്ക് യോഗ്യമായത് മാത്രം സ്വീകരിക്കും, അല്ലാത്തവ തള്ളിക്കളയും. എന്നാൽ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാലോ യഥാർത്ഥമായവ സ്വീകരിക്കും, അയഥാർത്ഥത്തെ തള്ളിക്കളയുകയും ചെയ്യും. അതിനാൽ ഒരു കവി പറയുന്നു, ധർമാർത്ഥസാരം ഗ്രഹിപ്പാൻ 100 ഗ്രന്ഥം പഠിക്കേണ്ടതില്ല, സ്വന്തം മനസ്സിലെ മാലിന്യം നീക്കിയാൽ എന്തും ഗ്രഹിക്കാൻ എളുപ്പം. നമുക്ക് സ്വയമേവ ഗ്രഹിക്കാൻ എളുപ്പമായി തീരും. എങ്ങനെയായാൽ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ. അതാണ് ധർമാർത്ഥസാരം ഗ്രഹിപ്പാൻ 100 ഗ്രന്ഥം പഠിക്കേണ്ടതില്ല, സ്വന്തം മനസ്സിലെ മാലിന്യം നീക്കിയാൽ എന്തും ഗ്രഹിപ്പാൻ എളുപ്പം. എന്ത് തന്നെ ഗ്രഹിക്കാൻ എളുപ്പമായി തീരുന്നത് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങുമ്പോൾ മാത്രമാണ്. ദേഷ്യം, പക, അസൂയ, പ്രതികാരം മുതലായവ മനസ്സിൽ നിറച്ചു വെച്ചാൽ നാം വായിക്കുന്നതെല്ലാം തന്നെ ആ കലർപ്പോടുകൂടിയതാണ്. എന്നാൽ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ മഹത്തുക്കൾ പറയുന്ന വാക്കുകളെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്രകാരം സാധിക്കണമെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ടത് ചിത്തശുദ്ധിയാണ്. ചിത്തശുദ്ധി ഉണ്ടാകണമെങ്കിൽ നാം നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുക തന്നെ വേണം. നിഷ്കാമകർമ്മം ചെയ്താൽ നമുക്ക് മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങി മനസ്സ് പരമ പവിത്രമായി തീരും. ധർമാർത്ഥസാരം ഗ്രഹിപ്പാൻ 100 ഗ്രന്ഥം പഠിക്കേണ്ടതില്ല, സ്വന്തം മനസ്സിലെ മാലിന്യം നീക്കിയാൽ എന്തും ഗ്രഹിപ്പാൻ എളുപ്പം.